അള്ളാഹുവിന്റെ പവിത്രമായ 99 നാമങ്ങൾ, അസ്മാഉൽ ഹുസ്ന. നമ്മുടെ ഏത് ആഗ്രഹങ്ങളും ഹലാലായ ഏത് മുറാദുകളും റബ്ബിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുന്ന, അള്ളാഹു ആ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചു തരാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള അമല്. അത് ചെയ്ത ഒരുപാട് ആളുകൾക്ക് നല്ല റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന, ആ അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള അമല് സാധാരണ നമ്മൾ ചെയ്യാറുള്ള ബിസ്മിയുടെ അമല് പോലെ തന്നെ, സൂറത്ത് യാസീനിന്റെ അമല് പോലെ തന്നെ, സൂറത്തുൽ ഫത്ഹിന്റെ അമല് പോലെ തന്നെ, യാ ലത്തീഫിന്റെ അമല് പോലെ തന്നെ നല്ല റിസൾട്ട് ഒരുപാട് ആളുകൾക്ക് ലഭിച്ച അതിവിശിഷ്ടമായ അസ്മാഉൽ ഹുസ്ന, അവന്റെ 99 നാമങ്ങളെ കൊണ്ടുള്ള അമല് ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് അള്ളാഹുവിൽ നിന്ന് നമ്മുടെ മുറാദുകൾ നേടിയെടുക്കാൻ സാധിക്കുക, അതിനുവേണ്ടി എങ്ങനെയാണ് അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള അമല് ചെയ്യേണ്ടത്, അതിന്റെ ഏറ്റവും സവിശേഷമായ അമല് ഏതാണ് എന്നുള്ളതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയുടെ ആ പവിത്രമായ അമലിനെ കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിയാള വീട്ടുന്നതിനെ കുറിച്ച് ഒരുപാട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടാ? നമ്മൾ അതിനെക്കുറിച്ച് മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാർക്കൊക്കെ സാധ്യമാകുന്ന രൂപത്തിലുള്ള ഒരു ലളിതമായ ചെറിയ റിയാളയുടെ രൂപം പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും ആ റിയാള വീട്ടി നേരിട്ട് ഇവിടെ വന്ന് സമ്മതം വാങ്ങിച്ചു തന്നെ വീട്ടിയവരുണ്ട്. അങ്ങനെ നിർബന്ധമില്ല, പക്ഷെ അങ്ങനെ ചെയ്തവരും ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടിയ ആളുകൾ, അവർക്കൊക്കെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ഏത് കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന അമലാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നേരിട്ട് കാണാനുള്ള അവസരം ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ചൊവ്വാഴ്ചയായിരിക്കും. അടുത്ത ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വരുന്നവർ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഈ വരുന്ന ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. കൃത്യമായ സമയം പാലിച്ച് കോൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ ചൊവ്വാഴ്ച, എല്ലാ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നമ്മൾ കൺസൾട്ടേഷന് വേണ്ടി ഇരിക്കുന്നത്. അപ്പൊ നേരിട്ട് കാണാൻ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് വരാൻ സാധിക്കുക. അപ്പൊ എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ടാവില്ല. അപ്പൊ ഈ ചൊവ്വാഴ്ച കഴിഞ്ഞ ഈ ചൊവ്വാഴ്ച നമുക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോ ലീവുള്ള ചൊവ്വാഴ്ച ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക, ഏത് ചൊവ്വാഴ്ചയാണ് നമ്മൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് എങ്ങനെ തിരിയും? അതിനാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിന്റെ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് അതിലെ സ്റ്റോറി നോക്കിയാൽ ഏതെല്ലാം ആഴ്ചകളിലാണ് ചൊവ്വാഴ്ച ഉണ്ടാകുക എന്നുള്ളതും എപ്പോഴാണ് കോൾ ചെയ്യുക എന്നുള്ളതും കറക്റ്റ് ടൈം ടു ടൈം അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാൻ കാരണം ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, വാട്സപ്പ് ആകുമ്പോൾ നിങ്ങൾ നമ്പർ സേവ് ചെയ്താലോ, അല്ലെങ്കിൽ നിങ്ങൾ സേവ് ചെയ്തിട്ട് കാര്യമില്ല, ഞാനിവിടെ നമ്പർ സേവ് ചെയ്താലേ നിങ്ങൾക്ക് അതിന്റെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുള്ളൂ. ഇൻസ്റ്റഗ്രാം ആകുമ്പോൾ ആർക്കും എപ്പോഴും ഏത് സമയത്ത് എടുത്തു നോക്കിയാലും അതിലുള്ള സ്റ്റോറി കാണാൻ സാധിക്കും. നമ്പർ സേവ് ചെയ്യുകയോ അതിന്റെ ID സേവ് ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിൽ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് അറിയിക്കണം. അപ്പോൾ ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ് വിളിക്കേണ്ടത്. ഇനി ഞായറാഴ്ച 10 മണിക്ക് ശേഷം ഈ ചൊവ്വാഴ്ച കൺസൾട്ടേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച 10 മണിക്ക് കോള് നമ്മൾ അറ്റൻഡ് ചെയ്യൂല. കാരണം അതിന്റെ ആവശ്യമില്ല. കാരണം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ വിളിക്കുന്നത്. അപ്പൊ അത് മുൻകൂട്ടി നമ്മൾ ഇൻസ്റ്റഗ്രാമിന്റെ IDയിൽ നമ്മൾ അറിയിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ കൃത്യമായിട്ട് ഉണ്ടാവില്ല, ലീവ് ആയിരിക്കും എന്നുള്ളത്. അപ്പൊ അത് പ്രത്യേകം എല്ലാവരെയും ആ വിഷയം ഓർമ്മപ്പെടുത്തണം. ഇതിങ്ങനെ ഡീപ്ലി ഇത് പറയാനുള്ള കാരണം, കുറേ ആളുകൾ നമ്മളെന്തെങ്കിലും പ്രോഗ്രാമുകളിലാകുന്ന സമയത്ത്, നമ്മളെന്തെങ്കിലും മജ്ലിസുകളിലാകുന്ന സമയത്ത്, ഫോൺ എടുക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ, നിക്കാഹിന്റെ വേദികളിലാകുമ്പോൾ ഇങ്ങനെ ഫോൺ എടുക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിലൊക്കെ കോൾ ചെയ്യുന്നവരുണ്ട്. പല ആളുകളും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജുമുഅക്ക് ഖുതുബ ഓതാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സമയത്ത് വളരെ കുറഞ്ഞ സമയമാണ്, പവിത്രമേറിയ സമയം. ആ സമയത്ത് ഞാനൊന്ന് കോൾ അറ്റൻഡ് ചെയ്തിട്ട് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു എന്താഴ്ചയാണ്? അപ്പൊ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ജുമുഅല്ലേ? അപ്പൊ വേഗം ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ സമയം തീരെ പരിഗണിക്കാതെ കോൾ ചെയ്യുന്നവരുണ്ട്. അവർ മനസ്സിലാക്കാൻ ഒരു ദിവസം തന്നെ ധാരാളം കോളുകൾ വരുമ്പോൾ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സമയം പാലിച്ച് വിളിച്ചാൽ ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് എടുക്കാനും സാധിക്കും. ടോക്കൺ കിട്ടുന്നില്ല എന്ന് കംപ്ലൈന്റ് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സമയം പാലിച്ച് വിളിക്കാത്തത് കൊണ്ടാണെന്ന് അറിയിക്കണം. അപ്പൊ ഞായറാഴ്ച 10 മണിക്ക് ശേഷം മാത്രം കോൾ ചെയ്യുക. അപ്പോൾ ചൊവ്വാഴ്ചത്തേക്ക് വരാനുള്ള ടോക്കൺ കിട്ടും. അത് വളരെ പെട്ടെന്ന് 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ ഫുള്ളാകുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് വിളിച്ചാലേ കിട്ടുള്ളൂ എന്ന് അറിയിക്കണം.
ഇൻഷാ അല്ലാഹ് നമ്മൾ അസ്മാഉൽ ഹുസ്നയെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന 99 നാമങ്ങൾ. ആ ഇസ്മുകൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്, വലിയ മഹത്വങ്ങളുണ്ട്. ഓരോ ഇസ്മു കൊണ്ടും അമല് ചെയ്യുമ്പോൾ ഓരോ ഇസ്മും ഇന്ന ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇമാമുകൾ. എത്ര വലിയ വലിയ മഹാന്മാര് അവരവരുടെ കിതാബുകളിൽ എത്ര വരികളാണ്, എത്ര പേജുകളാണ് ഓരോ ഇസ്മിനെ കുറിച്ചും പറയാൻ വേണ്ടി മാത്രം മാറ്റിവെച്ചതെന്നറിയോ? അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മിന്റെ മഹത്വവും അതിന്റെ അമലും അതിന്റെ നേട്ടങ്ങളും അതിന്റെ പവിത്രതയും മാത്രം പറയാൻ വേണ്ടിയിട്ട് എത്രയോ പേജുകളും എത്രയോ കിതാബുകളും അവർ എഴുതി തീർത്തിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി പഠിച്ചവർക്ക് അത് ഉപയോഗിക്കാനും സാധിക്കും. അപ്പൊ അസ്മാഉൽ ഹുസ്നയിലെ ഇന്ന ഇസ്മ കൊണ്ട് ഇത്ര തവണ ചൊല്ലിയാൽ, അത് ഇന്ന സമയത്ത് ചൊല്ലിയാൽ, അത് ഇന്നതുപോലെ അതുകൊണ്ട് അമല് ചെയ്താൽ നിന്റെ കളഞ്ഞുപോയ വസ്തു ലഭിക്കും. ഈ ഇസ്മ നീ ഇത്ര തവണ ചൊല്ലിയാൽ നിന്റെ കടം വീടാൻ അത് ധാരാളമാണ്, നീ അത് പതിവാക്കണം എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ നിന്റെ അസുഖം മാറാൻ, നിന്റെ രോഗം മാറാൻ, നിന്റെ കണ്ണുമായി ബന്ധപ്പെട്ടതാണോ, അതല്ല നിന്റെ ശരീരത്തിലെ വേറെ ഏതെങ്കിലും ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണോ, അതിന് ഈ ഇസ്മ നീ ചൊല്ലിയാൽ മതി. നിനക്ക് വിദേശത്തേക്ക് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ടോ, ഉംറ ചെയ്യാൻ ആഗ്രഹമുണ്ടോ, അതിന് ഈ ഇസ്മ പതിവാക്കിയാൽ മതി. നിന്റെ ഏത് ആഗ്രഹവും നേടിയെടുക്കാൻ ഇതാ ഈ ഇസ്മ ഇത്ര തവണ ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എത്രയോ ഇമാമുകള് അവർ അവരുടെ പേജുകൾ ചെലവഴിച്ചിട്ടുണ്ട് ചർച്ച ചെയ്യാൻ. നമ്മൾ അതിൽ നിന്നും വളരെ കുറഞ്ഞത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇനി എത്രയോ പറയാൻ ബാക്കി കിടക്കുകയാണ്. ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ അസ്മാഉൽ ഹുസ്ന ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും ചൊല്ലുക, അതുകൊണ്ടുള്ള അമലുകൾ ചെയ്യുക. നല്ല റിസൾട്ട് ജീവിതത്തിൽ ഉണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള ഒരു അമല് നമ്മൾ ഇന്ന് പറയുന്നുണ്ട്. അതിനോട് കൂടെ തന്നെ അസ്മാഉൽ ഹുസ്നയുടെ റിയാദയുമായി ബന്ധപ്പെട്ട വിഷയവും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പവിത്രമായ 99 നാമങ്ങളെ കൊണ്ടുള്ള അമല്, അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള അമല്, അതുമായി ബന്ധപ്പെട്ട് റിയാദ വീട്ടുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. റിയാദ വീട്ടുക എന്ന് പറഞ്ഞാല് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഷയമാണ്, രൂപത്തിലാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. പണ്ഡിതന്മാർക്കിടയിലെ റിയാദ വീട്ടുക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ കൃത്യമായ ആ ടേംസ് ഉപയോഗിച്ചാണ് നമ്മൾ സംസാരിക്കുക. ഇത് ഈ വിനീതന്റെ സംസാരം കൂടുതലും കേൾക്കുന്നത് സാധാരണക്കാരായ ഓഡിയൻസ് ആയതുകൊണ്ടാണ് ഈ രൂപത്തിൽ അവർക്ക് പറ്റുന്ന ഭാഷയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. അസ്മാഉൽ ഹുസ്നയുടെ റിയാദ വീട്ടുക എന്ന് പറഞ്ഞാൽ ഓരോ ഇസ്മിനോടും തീർക്കേണ്ട ബാധ്യത തീർത്ത് നമ്മൾ അസ്മാഉൽ ഹുസ്ന കൊണ്ട് അമല് ചെയ്യുക. അപ്പൊ അതിന് റിസൾട്ട് കിട്ടും. ഞാൻ ഒന്നും കൂടെ സൂചിപ്പിക്കണേ, പണ്ഡിതന്മാരുടെ ശൈലിയിൽ ഇങ്ങനെയല്ല സംസാരിക്കുക. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആമിയായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിശദീകരണമാണിത്. അപ്പൊ നമ്മൾ മലയാളീകരിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. നമ്മൾ ഓരോ ഇസ്മുകൾക്കും ഇപ്പൊ 99 നാമങ്ങളുണ്ട്. ആ 99 നാമങ്ങളിലെ ഓരോ നാമങ്ങൾക്കുമുള്ള അതിന്റെ ഒരു ബാധ്യത പൂർത്തിയാക്കി വീട്ടുക എന്നുള്ളതാണ്. ആ ഓരോ ഇസ്മുകളോടുള്ള ബാധ്യത പൂർത്തിയാക്കി വീട്ടുക, ഉരുക്കഴിക്കുക എന്നൊക്കെ പറയും. അങ്ങനെ പൂർത്തിയാക്കി വീട്ടുക എന്ന് പറഞ്ഞാൽ അത് കഠിനമായ ശ്രമകരമായ ഒരു വിഷയം തന്നെയാണ്. കഠിനമായ സബര്യകളിലൂടെയല്ലാതെ അത് പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കുകയില്ല. നമുക്ക് മുമ്പേ കടന്നുപോയ പൂർവസൂരികളായ പണ്ഡിത മഹത്തുക്കൾ, ഔലിയാ, അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ച സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന വലിയ വലിയ മഹത്തുക്കളായ ഔലിയാക്കള്, അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ചവര്, അവരൊക്കെ അസ്മാഉൽ ഹുസ്നയുടെ റിയാദ പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി മാസങ്ങളോളം തപസ്സിരുന്നാണ് അവർ ഓരോ വിഷയങ്ങളും പൂർത്തീകരിച്ച് വീട്ടിയത്. മാസങ്ങളോളം എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം ഒഴിവാക്കി നോമ്പനുഷ്ഠിച്ച് വ്രതമനുഷ്ഠിച്ച് തുടർച്ചയായി നോമ്പുകളെടുത്ത് ആ നോമ്പുകളെടുത്തിട്ട് വലിയ എണ്ണങ്ങൾ ഉപയോഗിച്ച് ധാരാളം മനുഷ്യവാസമില്ലാത്ത, ജനവാസമില്ലാത്ത, ആരുടെയും ശല്യമില്ലാത്ത ഏകാന്തമായ സ്ഥലങ്ങളിൽ പോയി, വലിയ വലിയ മലമുകളിൽ പോയി, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോയി, വിജനമായ പ്രദേശങ്ങളിൽ പോയി, അവിടെ നിന്ന് മാസങ്ങളോളം വർഷങ്ങളോളം നീണ്ട തപസ്സോടുകൂടെ നേടിയെടുത്ത അസ്മാഉൽ ഹുസ്നയുടെ റിയാദ. അത്തരം കഠിനമായ റിയാദകള് സാധാരണക്കാരായ സാധാരണക്കാർക്കൊന്നും നേടിയെടുക്കാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോ നമുക്കൊക്കെ സാധാരണക്കാർക്കൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചെറിയ
ഒരു റിയാദയാണ്, വളരെ ലളിതമായ റിയാദ. അത് അത്രത്തോളം അസ്മാഉൽ ഹുസ്നയുടെ വർഷങ്ങളോളം മാസങ്ങളോളം നോമ്പനുഷ്ഠിച്ച് മാംസാദി ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നോമ്പെടുത്തൊക്കെ എടുക്കുന്ന ഇത്തരം ഈ റിയാദകള് അതിന്റെ അത്ര എത്തൂലെങ്കിലും ലളിതമായ രൂപത്തിലുള്ള ഒരു റിയാദ പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കും നമുക്കൊക്കെ. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് റിയാദ പൂർത്തിയാക്കി വീട്ടിയവരുണ്ട്. നമ്മുടെ ഇവിടെ നേരിട്ട് വന്ന് റിയാദ വീട്ടാനുള്ള ഇജാസത്ത് വാങ്ങിച്ച് പോയി റിയാദ വീട്ടി ആ റിയാദ മുറുകെ പിടിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകളൊക്കെയുണ്ട്. അല്ലാഹു അവർക്കൊക്കെ അതിന്റെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് അസ്മാഉൽ ഹുസ്നയുടെ റിയാദ വീട്ടിയാലുള്ള നേട്ടം? ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ യാ ലത്തീഫു യാ അല്ലാഹ് എന്ന് പറയുന്ന ഒരു ഇസ്മ കൊണ്ടുള്ള അമൽ നമ്മൾ പറയുകയാണ്. ആ അമൽ പറയുന്ന സമയത്ത് രണ്ടു തരം ആളുകൾ ഉണ്ടാകും. ഒന്ന് അസ്മാഉൽ ഹുസ്നയുടെ റിയാദ പൂർത്തിയാക്കി വീട്ടിയ ആളുകളും, മറ്റൊന്ന് അസ്മാഉൽ ഹുസ്നയുടെ റിയാദ പൂർത്തിയാക്കി വീട്ടാത്ത ആളുകളും, പൂർത്തിയാക്കാത്ത ആളുകളും. അപ്പോൾ അസ്മാഉൽ ഹുസ്നയുടെ റിയാദ വീട്ടിയ ആളുകളെ യാ ലത്തീഫ് എന്ന് ഒരു തവണ പറയുമ്പോൾ, അല്ലെങ്കിൽ 129 തവണ പറയുമ്പോൾ, അല്ലെങ്കിൽ 101 തവണ പറയുമ്പോൾ അവൻ എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ പറയുന്നത്, അവൻ അസ്മാഉൽ ഹുസ്നയുടെ റിയാദ പൂർത്തിയാക്കി വീട്ടി എന്ന രൂപത്തില് അവനതിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അത് വലിയ ഫലം ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ റിയാദ പൂർത്തിയാക്കി വീട്ടാത്തവർക്കും അവർക്കും ഫലം ചെയ്യും. പക്ഷേ ഈ റിയാദ പൂർത്തിയാക്കി വീട്ടിയവരിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഇവർക്ക് കുറച്ചുകൂടെ എഫക്റ്റ് അതിനുണ്ടാകും എന്നുള്ളതാണ്. കഠിനമായ വിഷയങ്ങളില്, വളരെ പ്രയാസപ്പെടുന്ന, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വിഷയങ്ങളിലൊക്കെ അസ്മാഉൽ ഹുസ്നയുടെ റിയാദ പൂർത്തിയാക്കി വീട്ടിയവർ അതുകൊണ്ട് അമൽ ചെയ്യുമ്പോൾ അതിന് നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അസ്മാഉൽ ഹുസ്നയുടെ റിയാദ നമ്മൾ പൂർത്തിയാക്കി വീട്ടണം എന്ന് പറയുന്നത്. അപ്പൊ അത് വലിയ പ്രയാസം ഉള്ള രൂപത്തിലുള്ള റിയാദകളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ചൊല്ലി തീർക്കാൻ നമുക്ക് കഴിയൂല. അവരൊക്കെ ചൊല്ലി തീർക്കുന്നത് അനന്തമായ എണ്ണമാണ്. നോമ്പെടുത്തിട്ടാണ്, മനുഷ്യരോട് സംസാരിക്കാതെ, ഇതര ജീവികളോട് ഇടപെടാതെ, ഒന്നും സംസാരിക്കാതെ അല്ലാ എന്ന ചിന്ത മാത്രം കരുതി. അതിനാണല്ലോ അവർ വിജന പ്രദേശങ്ങളിൽ പോകുന്നത്, അവർ മലമുകളിൽ പോകുന്നത്, അവർ ഗുഹകളിൽ പോകുന്നത്, ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി ജനങ്ങളോട് സംസാരിക്കാതെ, ഭൗതികമായ ഒരു വിഷയത്തിലും അവർ ഇടപെടാതെ, അവർ ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നത് മാത്രമാണ് അവർക്ക് ഭൗതികമായിട്ടുള്ളൊരു ബന്ധം. അല്ലാതെ അവർ അല്ലാ എന്ന ചിന്തയിൽ മാത്രം ചൊല്ലുന്ന റിയാദകൾ, അതിനൊക്കെ വലിയ ഫലമുണ്ട് ട്ടാ. അങ്ങനെയുള്ള റിയാദ, ആ ത്യാഗങ്ങൾ, അതൊക്കെ ചെയ്തു തീർക്കാൻ വളരെ ത്യാഗം ചെയ്യണം, നല്ല ക്ഷമ വേണം, സഹനത്തോടു കൂടി ചെയ്യണം. എല്ലാം ക്ഷമിച്ച് ചെയ്യാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോ നമുക്ക് സാധാരണക്കാർക്ക് ലളിതമായ രൂപത്തിൽ പൂർത്തിയാക്കി വീട്ടാൻ പറ്റുന്ന ഒരു റിയാദയുടെ രൂപം ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ സംസാരിക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് മുമ്പ് നമ്മുടെ ഏത് ആഗ്രഹങ്ങളും, അത് അവസാന ഭാഗത്ത് പറയും, ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് വീട്ടാൻ അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള വളരെ ശ്രേഷ്ഠമായ പവിത്രമായ ഒരു അമലുണ്ട്. ആ അമല് നമ്മൾ ഇപ്പൊ സംസാരിക്കാൻ പോവുകയാണ്. ആ അമല് ഓരോരുത്തരും ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ ചെയ്തു നോക്കാം. നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകളും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് പലരും ഇവിടെ നേരിട്ട് വരുമ്പോഴും നമ്മളോട് കോൾ ചെയ്ത ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും നമ്മൾ ആ അമല് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വർഷങ്ങളായി പറഞ്ഞു കൊടുക്കുന്ന അമലാണ്. നല്ല റിസൾട്ട് ഒരുപാട് ആളുകൾക്ക് ലഭിച്ച അമലാണ്. ആ ഒരു അമൽ എങ്ങനെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ പറയും. അതിനുശേഷം അസ്മാഉൽ ഹുസ്ന റിയാദ എങ്ങനെ പൂർത്തിയാക്കി വീട്ടാം എന്നുള്ളതും വിശദീകരിക്കും. അപ്പോ ആ ഒരു അമല് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ പവിത്രമായ 99 നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന. ആ അസ്മാഉൽ ഹുസ്ന അത് ചൊല്ലുക എന്നുള്ളതാണ്. എത്ര തവണ ചൊല്ലണം? 99 തവണ ചൊല്ലണം. അപ്പൊ അസ്മാഉൽ ഹുസ്ന 99 തവണ ചൊല്ലണം എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപം എങ്ങനെയാണ്? നല്ല വൃത്തിയോടെ, ശുദ്ധിയോടെ, നല്ല കാമിലായ ഉളു എടുക്കുക. കാമിലായ ഉളു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഉളു, എല്ലാ സുന്നത്തുകളും പാലിച്ച് പൂർണ്ണമായ ഉളു എടുത്ത് കാമിലായ ഉളുവോടുകൂടെ വന്ന് സ്വലാത്തുൽ ഹാജത്ത്, ഹാജത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് കരുതി സ്വലാത്തുൽ ഹാജത്ത്, ഹാജത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ, നമ്മൾ ഏതെങ്കിലും ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ അത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ ഇരുത്തത്തിൽ അതുപോലെ തന്നെ ഖിബ്ലയിലേക്ക് മുന്നിട്ടിരുന്ന് 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അസീം. അത് അക്ഷരശുദ്ധിയോടുകൂടെ തന്നെ ചൊല്ലുക, വളരെ വൃത്തിയിൽ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അസീം,
അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് 100 തവണ ചൊല്ലുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ല അത്തറൊക്കെ പൂശി സുഗന്ധപൂരിതമായിട്ട് നല്ല പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിച്ച് ആ രൂപത്തിലേക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ അത്തരം സുഗന്ധങ്ങളുള്ള ഏരിയകളിലൊക്കെ മലായിക്കത്തുകൾ, അതേപോലെ തന്നെ അർവാഹുകൾ, അവരുടെയൊക്കെ ഹുളൂർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത് ആ വിഷയത്തിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഫത്ഹ് ലഭിക്കാനും അവരുടെയൊക്കെ ഒരു ഖിദ്മത്ത് ലഭിക്കാനും അത് കാരണമാകും. അപ്പോൾ 99 അസ്മാഉൽ ഹുസ്ന 99 നാമങ്ങൾ, ആ അസ്മാഉൽ ഹുസ്ന 99 തവണ ചൊല്ലണം. അതിന്റെ മുമ്പ് 100 ഇസ്തിഗ്ഫാർ ചൊല്ലുക. 100 ഇസ്തിഗ്ഫാർ ചൊല്ലിയതിന് ശേഷം 100 സ്വലാത്ത് ചൊല്ലുക. ആ 100 സ്വലാത്ത് നമുക്ക് ഏത് സ്വലാത്തും ചൊല്ലാം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم എന്നുള്ള സ്വലാത്ത് ചൊല്ലാം. ഇനി സ്വലാത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് എന്ന് പറയപ്പെട്ട സ്വലാത്ത് ഇബ്രാഹിമിയുണ്ട്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد മജീദ് എന്ന് പറയുന്ന സ്വലാത്ത് ഇബ്രാഹിമിയ. അതാണ് സ്വലാത്തുകളിൽ വെച്ച് ശ്രേഷ്ഠമായ സ്വലാത്തുകളിൽ ഒന്ന്. ആ സ്വലാത്ത് ഇബ്രാഹിമിയ വേണമെങ്കിൽ 100 തവണ ചൊല്ലാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് പറയുന്ന സ്വലാത്ത് 100 തവണ ചൊല്ലാം. അതിനുശേഷം 99 അസ്മാഉൽ ഹുസ്ന ചൊല്ലുക എന്നുള്ളതാണ്. ആ 99 അസ്മാഉൽ ഹുസ്ന ചൊല്ലിയതിന്റെ ശേഷം അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ ദുആ ചെയ്യാം. അറബി അറിയുന്നവര് അറബി അറിയുന്ന അത്രയും ദുആ ചെയ്ത് പിന്നീട് മലയാളത്തിലേക്ക് ദുആ ചെയ്യാം. ദുആ ചെയ്യുമ്പോൾ പാലിക്കേണ്ട അദബുകളുണ്ട്. ആദ്യം ഹംദ് ചൊല്ലണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. എന്നിട്ട് സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. എന്നിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഇസ്തിഗ്ഫാർ നമുക്ക് പുറത്തുതരാൻ വേണ്ടിയിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ വഖതായാനാ കുല്ലഹാ. കുറേ ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലുക, അല്ലെങ്കിൽ അതിൻ്റെതായ രൂപത്തിൽ ചൊല്ലുക. അറബി അറിയുന്നവരത് ചേർത്ത് ചൊല്ലുക. അല്ല എന്നുണ്ടെങ്കിൽ പച്ച മലയാളത്തിൽ അറിയുന്ന രൂപത്തിൽ അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യുക. അള്ളാഹുവേ, ഞാൻ ഈ അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള ഈ അമൽ ചെയ്തത് എൻ്റെ മകളുടെ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കിട്ടാനുള്ള ക്യാഷ് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഗോൾഡ് നാളെ തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്, ഇതുവരെ തന്നിട്ടില്ല. അതെനിക്ക് അവർക്ക് തരാനുള്ള മനസ്സുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ദുസ്വഭാവം മാറാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വൈഫിൻ്റെ ദുസ്വഭാവം മാറാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മകന് വേറെ ഏതോ റിലേഷൻഷിപ്പിലാണ്, അതൊന്ന് മനസ്സുകൊണ്ട് അവനൊന്ന് ഒഴിവാക്കി കിട്ടണം, എന്നാലേ കാര്യങ്ങൾ റാഹത്താവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ അമൽ ചെയ്തത്. ഈ ഭൂമിക്ക് മുകളിൽ നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളുണ്ടോ അള്ളാഹുവിൻ്റെ പവിത്രമായ 99 നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കാൻ കാരണമാകും. അപ്പൊ ഇനി ഇവിടെ വരുന്നൊരു സംശയം, അസ്മാഉൽ ഹുസ്ന സ്വലാത്തുൽ ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിച്ചു, സ്വലാത്തു ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി, അസ്മാഉൽ ഹുസ്ന 99 തവണ ചൊല്ലണം എന്ന് പറഞ്ഞു. ഈ 99 തവണ അസ്മാഉൽ ഹുസ്ന ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ സമയമെടുത്ത് ചൊല്ലേണ്ട വിഷയമാണ്. അതുകൊണ്ട് അത് ഒറ്റ ഇരുത്തത്തിൽ ചൊല്ലണോ, അതല്ല അത് പിന്നീട് ചൊല്ലി തീർത്താൽ മതിയോ എന്നുള്ളത്. അത് ഒറ്റ ഇരുത്തത്തിൽ ചൊല്ലാൻ സാധിക്കുന്നവർ അങ്ങനെ തന്നെ ചൊല്ലുക. അതിനുവേണ്ടി ത്യാഗം ചെയ്തിരിക്കുന്നവരൊക്കെ ഉണ്ടാകും, അങ്ങനെ തന്നെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നല്ല തിരക്കൊക്കെ ഒഴിഞ്ഞ് നോമ്പൊക്കെ എടുത്ത് ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ മുഹറം മാസത്തിലും കൂടെയാണ്. മുഹറം മാസത്തിലാകുമ്പോൾ ഈ റിയാദകളൊക്കെ ഈ അമലുകളൊക്കെ ചെയ്യുമ്പോൾ, നേരത്തെ ഞാൻ ഈ പറയാൻ പോകുന്ന റിയാദകളൊക്കെ പൂർത്തിയാക്കി വിട്ടുമ്പോൾ നോമ്പുകാരനായിട്ട് ചെയ്യുമ്പോൾ നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് റിയാദ വിട്ടുമ്പോൾ. അപ്പോൾ നോമ്പൊക്കെ എടുത്ത സുന്നത്ത് നോമ്പൊക്കെ എടുത്ത സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മക്കളൊക്കെ സ്കൂളിലേക്ക് പോയി തിരക്കുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ ഇരുത്തത്തിൽ ഒരു സമയം അങ്ങ് മാറ്റിവെച്ച് 99 അസ്മാഉൽ ഹുസ്ന ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമൊന്നുമില്ല, ചൊല്ലാൻ സാധിക്കും. അങ്ങനെ കഴിയൂല എന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6, 7 ഇരുത്തത്തിലായിട്ട് അത് ചൊല്ലി തീർക്കുക. ഒറ്റത്തവണ ചൊല്ലാൻ തീർക്കുന്നവർ അങ്ങനെ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 7 ഇരുത്തത്തിലോ അല്ലെങ്കിൽ കഴിയുന്ന രൂപത്തിൽ തവണകളായി ഇരുന്ന്
ചൊല്ലി തീർക്കുക. ചൊല്ലുന്നതിന്റെ ഇടയിൽ അസ്മാഉൽ ഹുസ്ന പൂർത്തിയായി ചൊല്ലിയിട്ട് അന്യ സംസാരങ്ങളൊക്കെ സംസാരിക്കുക. ആ ഒരു അസ്മാഉൽ ഹുസ്ന പൂർത്തിയാക്കി വീട്ടുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത സംസാരങ്ങളിലൊക്കെ ഇടപെടാതിരിക്കുക. അത്യാവശ്യ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന് പ്രശ്നമില്ല. ഇതാണ് അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള ഏറ്റവും സവിശേഷമായ അമല്. ഒന്നും കൂടെ പറയാണ്, കാമിലായ വുളു എടുത്ത് 2 റക്അത്ത് ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിച്ച് 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലി 100 തവണ സ്വലാത്ത് ചൊല്ലി അസ്മാഉൽ ഹുസ്ന 99 തവണ ചൊല്ലിയിട്ട് നമ്മുടെ ഹാജത്ത്, നമ്മുടെ ആവശ്യം, ആഗ്രഹം അത് റബ്ബിനോട് പറയാം. അതേത് ആഗ്രഹമാണെങ്കിലും ജോലി ശരിയാവാനുള്ളതാവട്ടെ, അസ്മാഉൽ ഹുസ്ന അതിനുള്ളതാണ്. എത്രയോ ഇസ്മുകള് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഓരോ ഇസ്മുകളെ കുറിച്ചും കടങ്ങൾ വീടാനുള്ള, കളഞ്ഞുപോയ വസ്തു തിരിച്ചു ലഭിക്കാനുള്ളത്, മക്കൾ നന്നാവാനുള്ളത്, എല്ലാത്തിനും പറ്റുന്ന ഇസ്മുകൾ അതിലുണ്ട്. കൃത്യമായി അത് പ്രയോഗിക്കാൻ സാധിക്കണമെന്നേ ഉള്ളൂ. ഇനി റിയാളയെക്കുറിച്ച്, റിയാള എങ്ങനെയാണ് വീട്ടേണ്ടതെന്ന് ചോദിച്ചാല്, റിയാള വീട്ടിയവർക്ക് കൂടുതൽ ഫലം ഉണ്ട് എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ ദീർഘമായ റിയാളകളാണ്, ഏകാന്തതയിലിരുന്നുള്ള റിയാളകളാണ്. ഇപ്പൊ ഞാന് ചില ആളുകൾ ദീർഘമായ റിയാള ഉസ്താദ് ഒന്ന് പറയോ, ഞാൻ ചെറിയ റിയാള വീട്ടിയിട്ടുണ്ട്, എനിക്ക് വീട്ടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന ചെറിയ റിയാള പറയുന്നതിന് മുമ്പ് വലിയ വലിയ റിയാളകള്, ഒരു വലിയ റിയാളയെ കുറിച്ച് ഞാൻ സംസാരിക്കും. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയുടെ ഏറ്റവും ലളിതമായ റിയാള എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ മനസ്സിലാകും. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളുടെയും ആദത്ത് എടുക്കുക. അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മുകളുടെയും ആദത്ത് എടുക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, അള്ളാ എന്നുള്ളത് അസ്മാഉൽ ഹുസ്നയിലെ അള്ളാ എന്നുള്ളതിന്റെ ആദത്ത് 66. അപ്പൊ ഈ അള്ളാ എന്നുള്ള ഇസ്മിന്റെ റിയാള പൂർത്തിയാക്കി വിട്ടല് അത് 66 തവണ അല്ലാ എന്ന് പറയാം. അപ്പൊ യാ കൂട്ടിയിട്ട് അഭിസംബോധന ചെയ്യുന്ന രൂപത്തിൽ പറയാം. അപ്പൊ യാ അല്ലാഹു, യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്. അപ്പൊ 66 തവണ ചൊല്ലിയാല് അത് പൂർത്തിയായി വിടും. ഇനി അത് കൊണ്ടു നടക്കൽ എങ്ങനെ? എല്ലാ ദിവസവും ഒരു തവണ ആ ഇസ്മ പറയണം. അങ്ങനെ 99 ഇസ്മുകളുടെയും അദദ് എടുത്ത് ആ അദദിനനുസരിച്ച് പറയാം. ഇപ്പൊ 99 ഇസ്മുകളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അള്ളാഹ് എന്നുള്ളത് 66. ഇനി റഹ്മാൻ, റഹ്മാൻ എന്നുള്ളത് എത്ര? 298 ആണ്. അപ്പൊ 298 തവണ യാ കൂട്ടിയിട്ട് റഹ്മാൻ എന്ന് പറയാം. അപ്പൊ എങ്ങനെ? യാ റഹ്മാൻ, യാ റഹ്മാൻ, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്. എത്ര തവണ പറയണം? 298 തവണ പറയണം. അങ്ങനെ ഓരോ ഇസ്മുകൾ, ഇപ്പൊ ബാസിത്ത് എന്നുള്ളതിന്റെ അല്ലെങ്കിൽ ലത്തീഫ് എന്നുള്ളതിന്റെ 129 ആണ്. അപ്പൊ യാ ലത്തീഫ്, യാ ലത്തീഫ്, യാ ലത്തീഫ്, യാ ലത്തീഫ്, യാ ലത്തീഫ്, ഇങ്ങനെ 129 തവണ പറയാം. അങ്ങനെ അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മുകളും എടുത്ത് അതിന്റെ അദദ് എത്രയാണെന്ന് നോക്കിയിട്ട് ആ അദദിനനുസരിച്ച് ചൊല്ലി തീർക്കുക എന്നുള്ളതാണ്. എന്നാൽ അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വിട്ട, ഇത് നോമ്പുകാരനായിട്ട് പൂർത്തിയാക്കി വീട്ടിയാൽ കൂടുതൽ ഫലം ചെയ്യും. അപ്പൊ ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാവുന്ന റിയാളയാണ്. ഏറ്റവും ലളിതമായ റിയാളകളിലെ ഒരു റിയാളയാണിത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ എല്ലാ റിയാളകളും പൂർത്തിയാക്കി വീട്ടണം. അതിനോടുകൂടെ ഓരോ ഇസ്മിന്റെയും റിയാള പൂർത്തിയാക്കി വീട്ടിയതിനു ശേഷം ആ ഇസ്മ ഒരു തവണ എല്ലാ ദിവസവും പറയണം. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അസ്മാഉൽ ഹുസ്നയുടെ എല്ലാ ഇസ്മുകളുടെയും റിയാള പൂർത്തിയാക്കി വീട്ടിയ ആള് അതിന്റെ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു തവണ ഓരോ ഇസ്മും പറയണമെന്നല്ലേ? അപ്പൊ ഒരു ദിവസം, അതിനുശേഷം എല്ലാ ദിവസങ്ങളിലും ഒരു തവണ അസ്മാഉൽ ഹുസ്ന ഒരു തവണ അങ്ങ് ചൊല്ലിയാൽ മതി. അപ്പൊ എല്ലാ ഇസ്മും ഒരു തവണ പറയലായി. അപ്പൊ അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടി അതങ്ങനെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ കൊണ്ടു നടക്കുന്നയാൾക്ക് അസ്മാഉൽ ഹുസ്ന കൊണ്ട് അമല് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും ലളിതമായ റിയാള. ഇനി വലിയ വലിയ റിയാളകളുണ്ട്. എങ്ങനെ വലിയ റിയാളകൾ എന്ന് പറഞ്ഞാൽ, അസ്മാഉൽ ഹുസ്നയുടെ അദദ് എടുത്ത് ആ അദദിനെ അതേ സംഖ്യയിൽ തന്നെ ഗുണിച്ച് കിട്ടുന്ന അത്രയും എണ്ണം ചൊല്ലി തീർക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ അള്ളാഹ് എന്നുള്ളതിന് 66 എന്നാണ് പറഞ്ഞത് അല്ലെ? വലിയ വലിയ റിയാദകൾ അങ്ങനെയാണ്, 66 എന്നാ പറഞ്ഞത്. അപ്പൊ 66 എന്നുള്ള ആ അദദിന് 66-ൽ തന്നെ ഗുണിച്ചാല് 4352 എന്ന എണ്ണം കിട്ടും. അപ്പൊ 4352 എന്ന എണ്ണം കിട്ടുമ്പോൾ ആ എണ്ണത്തിനനുസരിച്ച് റഹ്മാൻ എന്നുള്ളതിനെ അള്ളാഹ് എന്നുള്ളതിനെ ചൊല്ലി തീർക്കും. അപ്പോ നേരത്തെ റിയാദയില് 66 തവണ ചൊല്ലിയാൽ മതിയായിരുന്നു.
അത് ഏറ്റവും കുറഞ്ഞ സംഖ്യയായ 66, വളരെ കുറഞ്ഞ സംഖ്യയല്ല 66, അതെടുത്തിട്ട് നമ്മൾ ചൊല്ലുമ്പോൾ വലിയ റിയാദയാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? 66 ഗുണിച്ച് 4352 തവണ ചൊല്ലണം. എന്നാൽ നമുക്ക് നേരത്തെ ലളിതമായ റിയാദയിൽ 66 തവണ മാത്രം ചൊല്ലിയാൽ മതിയായിരുന്നു. പക്ഷേ 4352 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതും ചൊല്ലി തീർക്കാം എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ടാവും. പക്ഷെ അസ്മാഉൽ ഹുസ്നയിൽ ചില സംഖ്യകൾ വലിയ എണ്ണമുള്ള സംഖ്യകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ചില സംഖ്യകൾ എന്ന് പറഞ്ഞിട്ട് ഗഫൂർ എന്ന് പറയുന്ന സംഖ്യ. ഇപ്പൊ ഗഫൂർ എന്ന് പറയുന്ന സംഖ്യയെ നമ്മൾ അതിന്റെ അക്ഷരസംഖ്യ 1286 ഗഫൂർ എന്നുള്ളതിന്റെ. അപ്പൊ നമ്മൾ നേരത്തെ റിയാദയിൽ 1286 തവണ ചൊല്ലിയാൽ മതി. അതൊരു തസ്ബീഹ് മാല എടുത്തിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചൊല്ലി തീർക്കാം. യാ ഗഫൂർ യാ ഗഫൂർ യാ ഗഫൂർ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചൊല്ലി തീർക്കാം. പക്ഷേ വലിയ റിയാദയാകുമ്പോൾ ഗഫൂർ എന്നുള്ള അതിന്റെ സംഖ്യയായ അതതായ 1286 അതേ സംഖ്യയിൽ തന്നെ ഗുണിക്കണം. അങ്ങനെ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 16,53,796. 16,53,796. അപ്പോ വലിയ റിയാദയില് ഗഫൂറിന്റെ അതത് പൂർത്തിയാക്കി വീട്ടില് 16,53,796 തവണ അത് ചൊല്ലണം. അപ്പൊ അത് വലിയ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഇതിപ്പോ വലിയ റിയാദയിൽ വെച്ചിട്ടുള്ള ഒരു റിയാദ പറഞ്ഞു. ഇതേപോലെ ഇനിയും ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുന്ന വലിയ വലിയ റിയാദകളുണ്ട്. ഇത് ഇതേപോലെ വലിയ സംഖ്യയാണ്. അതേപോലെ തന്നെ വലിയ സംഖ്യകളുള്ളതുണ്ട്. മുഗ്നി എന്നുള്ളത് അത് 1100 1100 നമ്മൾ ഗുണിക്കുമ്പോൾ ഇതേപോലെ ലക്ഷങ്ങൾ കിട്ടും. അപ്പൊ ലക്ഷങ്ങൾ ചൊല്ലണം. അപ്പൊ സാധാരണക്കാർക്ക് പൂർത്തീകരിച്ച് വീട്ടാൻ കഴിയുന്ന അസ്മാഉൽ ഹുസ്നയുടെ റിയാദ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ഇസ്മുകളും എടുക്കുക. ആ ഇസ്മിന്റെ അതതുകൾ എടുക്കുക. ഇപ്പൊ ഇസ്മുകളുടെ അതതുകൾ 99 ഇസ്മുകളുടെയും അതതുകള് കൃത്യമായി വിവരിക്കുന്ന ഒരു വീഡിയോ ഇതിന്റെ താഴെ നിങ്ങൾക്ക് കാണാം. ഇതിന്റെ താഴെ എന്ന് പറഞ്ഞാൽ കുറച്ചു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയുടെ അതതുകൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടാൽ അതിൽ ഡിസ്പ്ലേയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓരോ ഇസ്മുകളുടെയും അതതുകൾ എത്രയാണെന്ന്. ആ അതതുകൾ നോക്കിയിട്ട് ആ അതതുകൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് അതിനനുസരിച്ച് റിയാദ വീട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു ദിവസം, ഇത് മുഹറം മാസമാണല്ലോ, ഏതെങ്കിലും ഒരു സുന്നത്ത് നോമ്പെടുത്ത് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഓരോന്ന് എഴുതി വെച്ചിട്ട് അള്ളാഹ് എന്നുള്ളതിന്റെ എഴുതി വെക്കുക. എന്നിട്ട് അള്ളാഹ് എന്നുള്ളത് പൂർത്തീകരിച്ചിട്ട് അപ്പൊ ഒരു ദിവസം തന്നെ 2-3 പൂർത്തീകരിച്ച് വീട്ടാൻ പറ്റും. നല്ല സമയങ്ങളാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അസ്മാഉൽ ഹുസ്ന റിയാദ പൂർത്തിയാക്കി വെട്ടാൻ പറ്റും. അപ്പൊ അങ്ങനെ പൂർത്തിയാക്കി വീട്ടിയിട്ട് എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ ഒരു തവണ ചൊല്ലിയാൽ അസ്മാഉൽ ഹുസ്നയുടെ ലളിതമായ റിയാദ പൂർത്തിയാക്കി വീട്ടുകയും ചെയ്തു, അത് കൊണ്ട് നടക്കാൻ സാധിക്കുകയും ചെയ്തു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റിയാദ വീട്ടിയാലുള്ള നേട്ടം നമുക്കറിയാം. അപ്പോ അങ്ങനെ ഓരോ ഇസ്മിന് ഇപ്പൊ അള്ളാഹ് എന്നുള്ളത് 66, പിന്നെ റഹ്മാൻ എന്നുള്ള 298. അപ്പൊ 298 ചൊല്ലിയാൽ മതി. മലിക് എന്നുള്ളതിന് 90 അപ്പൊ 90 ചൊല്ലിയാൽ മതി. എന്നാ പിന്നെ വലിയ ബാസിത്ത് എന്നുള്ള 72 അപ്പൊ 72 തവണ ചൊല്ലിയാൽ മതി. മുഗ്നി എന്നുള്ളത് 1100 അപ്പൊ 1100 തവണ ചൊല്ലണം. ലത്തീഫ് എന്നുള്ളത് 129 129 തവണ ചൊല്ലണം. ഫത്താഹിൻ്റെത് 489 489 തവണ ചൊല്ലണം. അപ്പൊ ഇജാസത്തോടു കൂടെയും ചെയ്യാം, ഇജാസത്തില്ലാതെയും ചെയ്യാം. ഇജാസത്ത് കിട്ടിയില്ല എന്ന് കരുതി ചെയ്യാതിരിക്കൊന്നും വേണ്ട. അള്ളാഹു എല്ലാം കാണുന്നുണ്ടല്ലോ. ഇജാസത്ത് വാങ്ങിക്കാൻ കഴിയുന്നവര് ഇതുമായി ബന്ധപ്പെടുന്ന നല്ല സാദാത്യങ്ങളുടെ അടുക്കലിൽ നിന്ന്, തങ്ങന്മാരുടെ അടുക്കലിൽ നിന്ന്, ആലിമീങ്ങളുടെ അടുക്കലിൽ നിന്ന്, പണ്ഡിതന്മാരുടെ അടുക്കലിൽ നിന്ന്, സൂഫി വര്യന്മാരുടെ അടുക്കലിൽ നിന്നൊക്കെ പോയിട്ട് അസ്മാഉൽ ഹുസ്നയുടെ ഇജാസത്ത് നൽകണമെന്ന് പറഞ്ഞ് അവരുടെ അടുക്കലിൽ നിന്ന് നേരിട്ട് വാങ്ങി ഇജാസത്ത് വാങ്ങിച്ചിട്ട് ചെയ്യാം. അങ്ങനെ നിർബന്ധിച്ച് അത് കിട്ടണം കിട്ടിയിട്ടേ ചെയ്യൂന്നൊന്നും പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വന്നിട്ട് ഒരുപാട് ആളുകൾ ഞാൻ അതിനായിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. അങ്ങനെ അതിനായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് സമയവും കാര്യങ്ങളൊക്കെ ഉള്ളവർ മാത്രം അതിന് മുന്നിട്ട് ഇറങ്ങിയാൽ മതി. നല്ല നെയ്യത്തോടു കൂടെ ചെല്ലുക, ഇജാസത്തോടു കൂടെ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും. ബിസ്മിയുടെ ആമല് പലരും ഇജാസത്തോടു കൂടെ ഇവിടെ വന്ന് വാങ്ങിച്ച് ചെയ്തവരൊക്കെയുണ്ട്. ഏത് രൂപത്തിൽ നമുക്ക് ചെല്ലാം, അള്ളാഹു എല്ലാം കാണുന്നുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പൊ അസ്മാഉൽ ഹുസ്നയുടെ റിയാദ എങ്ങനെയാണ് വീട്ടേണ്ടത് എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളത് കേൾക്കണം. ഏതെങ്കിലും വീഡിയോന്റെ ഇടയിലായിരിക്കും പറയാം, കമന്റിൽ നമുക്ക് എഴുതി അറിയിക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. അപ്പോൾ ഈ അമല് റിയാദ പൂർത്തിയാക്കി വീട്ടിയതിനു ശേഷം ഈ അസ്മാഉൽ ഹുസ്ന 99 തവണ ചൊല്ലുന്ന ഈ അമലൊക്കെ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു തവണയും കൂടെ ഓർമ്മപ്പെടുത്തണം, നേരിട്ട് കാണാനുള്ളവര് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ ഉള്ളത്.
ചൊവ്വാഴ്ച വരാൻ ഞായറാഴ്ച ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാം. ഞായറാഴ്ച 10 മണിക്ക് ശേഷം വിളിക്കാവൂ. 10 മണിൻ്റെ ഉള്ളിൽ വരെ നമ്മൾ തിരക്കിലായിരിക്കും. അതേപോലെ തന്നെ അതിൽ ടോക്കൺ കിട്ടിയ ആളുകൾക്ക് മാത്രമാണ് വരാൻ സാധിക്കുക. ബുക്ക് ചെയ്യാതെ ഒരാളും വരരുതെന്ന് അറിയിക്കണം. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തിനപ്പുറത്തേക്കും ആളുകൾ വന്നാൽ നമുക്ക് നോക്കാൻ സാധിക്കില്ല. പല ദിവസങ്ങളിലും അങ്ങനെ ബുക്ക് ചെയ്യാതെ പലരോടും ചോദിച്ച് പലരും അറിഞ്ഞ് അങ്ങനെ വരുന്ന ആളുകളുണ്ട്. ബുക്ക് ചെയ്തവരെ മാത്രം സ്വീകരിക്കുമെന്ന് അറിയിക്കണം. ലോങ്ങിൽ നിന്നൊക്കെ അങ്ങനെ വരുമ്പോൾ അത് പ്രയാസമാകും. പ്രത്യേകിച്ച് എല്ലാവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസിൽ വെച്ച് ചൊല്ലുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് മജ്ലിസിൽ പങ്കെടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.